ദേവീ ശരണം അമ്മേ അംകാരാക്ഷൻ്റെ പൂമയി പകുതിയുമുടലിൽ ചേർത്തു തീർത്തൊട്ടുമേവും മംഗല്യാപ്പൂത്തിടമ്പേ കരുണയുടെ കടാക്ഷങ്ങൾ തൻ ശൃംഗമേ നീ ഭംഗം കൂടാതെ തായേ ഭവദുരിതമകറ്റിടുവാനെന്നുമെന്നും ഭംഗ്യാവന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് സുസ്വാഗതം. ദേവി ഭാഗവതം സപ്തമസ്കന്ധം 25-ാമത്തെ അധ്യായം. ഹരിശ്ചന്ദ്രചരിതത്തിൽ പുത്രൻ രോഹിതൻ സർപ്പദംശമേറ്റ് മരിച്ച വാർത്തയറിഞ്ഞ് ഓടിച്ചെന്ന് ആ പുത്രൻ്റെ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിലപിക്കുന്നതായിട്ടുള്ള മാതാവിൻ്റെ ദുഃഖങ്ങളെയാണ് ഇന്നലെ വിവരിച്ച് നിർത്തിയത്. ഇങ്ങനെയൊക്കെ വിലപിച്ചു എങ്കിലും മൃതപുത്രൻ കേൾക്കുകയോ എണീറ്റിക്കുകയോ ചെയ്തില്ല. പക്ഷേ ആ വിളി കേട്ട്, ഇവളുടെ വിലാപങ്ങൾ കേട്ട് അവിടെ ചുറ്റി സഞ്ചരിച്ചിരുന്ന നഗരപാലകന്മാർ അവളുടെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, നീ ആരാണ്? ഈ കുട്ടി ആരാണ്? ഇവൻ ആരുടെ കുട്ടിയാണ്? നിൻ്റെ ഭർത്താവ് എവിടെ? അതേമാതിരി രാത്രി നീ ഒറ്റയ്ക്ക് പേടിയില്ലാതെ ഇവിടെ ഇരുന്ന് കരയുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ അവർ പലവട്ടം ആവർത്തിച്ച് ചോദിച്ചുവെങ്കിലും ദുഃഖം താങ്ങാനാവാതെ കണ്ട് ഇരുന്ന ആ മാതാവിന് ഒന്നും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഉടനെ നഗരപാലകന്മാർ അവളെക്കുറിച്ച് സംശയം തോന്നി. അവർ അന്യോന്യം പറയാൻ തുടങ്ങി, ഇവളൊന്നും മിണ്ടുന്നില്ല, ഇവളൊരു സാധാരണ സ്ത്രീയല്ല എന്നുള്ളത് തീർച്ചയാണ്. കുഞ്ഞുങ്ങളെ കൊന്നു നടക്കുന്നവളാണ് ഇവള് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇവളെ വധിക്കുക തന്നെ വേണം. കാരണം നല്ല പെണ്ണുങ്ങൾ, സൽസ്വഭാവികളായിട്ടുള്ള സ്ത്രീകളൊന്നും അർദ്ധരാത്രിക്ക് പുറത്തിറങ്ങി വരാറില്ല. ആരുടെയോ കുഞ്ഞിനെ ഇവളെ കൊന്ന് ഇവിടെ കൊണ്ടിടാനായിട്ട് വന്നിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത് ഈ രാത്രിയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നഗരപാലകന്മാർ അവളുടെ മുടിക്കെട്ടിനും കഴുത്തിനും കയ്യിനുമൊക്കെ പിടിച്ചു. അങ്ങനെ അവരെല്ലാവരും ഈ സ്ത്രീയെ പിടിച്ചു കൊണ്ടുവന്ന് ആ ചണ്ടാളനെയാണത്രേ ഏൽപ്പിച്ചത്. പറഞ്ഞു, അവരെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഇവളെ ഞങ്ങൾ ഇങ്ങനെ പുറമേ വെച്ച് ഈ അർദ്ധരാത്രിക്ക് പിടികൂടിയതാണ്. ഇവളെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവളെ വധിക്കണം എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണമില്ലെങ്കിൽ ഇവൾ ഇനിയും ഇതേമാതിരി കുഞ്ഞുങ്ങളെയെല്ലാം വധിക്കും. എന്നെല്ലാം അവരിതാ പറയാൻ തുടങ്ങി. ബ്രാഹ്മണനെ, സ്ത്രീകളെ, ശിശുക്കളെ, പശുക്കളെ വധിക്കുന്നവരെ, അതേമാതിരി തന്നെ സജ്ജനങ്ങളെ ദ്രോഹിക്കുന്നവരെയൊക്കെ ഉചിതമായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം. അത് പുണ്യം തരുന്നതാണ്. ബ്രാഹ്മണനായാലും സ്ത്രീയായാലും ശരി,
അവരിത്തരം ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരെ വധിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ആ മാതാവിൻ്റെ തലമുടിക്ക് പിടിച്ചു വലിച്ചു. അവളെ തല്ലാൻ തുടങ്ങി. എന്നിട്ട് ആ ശ്മശാനത്തിലെ കാവലായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഹരിശ്ചന്ദ്രനോട് പറയുകയാണ്, വേലക്കാരാ, നീയെ ഈ ദുഷിച്ചവളെ ഇപ്പോൾ തന്നെ കൊന്നുകളയണം, ആലോചിക്കണ്ട. എന്നിങ്ങനെയുള്ള അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ സ്ത്രീവധം ശരിയാണോ എന്ന് സംശയിച്ച് വിറച്ചുകൊണ്ട് രാജാവും ഇപ്പോൾ ഇതാ അവിടെ കാവൽക്കാരനുമായിരിക്കുന്ന ഹരിശ്ചന്ദ്രൻ ചണ്ഡാലനോട് പറഞ്ഞു, ഇത് ചെയ്യാൻ എനിക്ക് കഴിയില്ല. മറ്റൊരുവൻ എനിക്ക് കൂട്ടിനായിട്ട് വേണം. അങ്ങനെ കൂട്ടിന് മറ്റൊരുത്തനെ കിട്ടുകയാണെങ്കിൽ അങ്ങ് പറയുന്ന അസാധ്യമായ ഈ ജോലി ഞാൻ ചെയ്യാം എന്ന് ഹരിശ്ചന്ദ്രൻ പറഞ്ഞത് കേട്ടപ്പോൾ ആ ചണ്ഡാലൻ പറഞ്ഞു, നീ വാളെടുക്കുക, ഇവളുടെ വധം പുണ്യപ്രദമാണ്, സജ്ജന സമ്മതമാണ്. കുട്ടികളെ ഭയപ്പെടുത്തുന്ന വധിക്കുന്ന ഇവളെ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹരിശ്ചന്ദ്രൻ പറയുകയാണ്, സ്ത്രീകളെ ഏതു വിധേനയും രക്ഷിക്കണം, ഒരിക്കലും അവരെ കൊല്ലരുത് എന്നാണ് ധർമ്മം, ശാസ്ത്രം പറയുന്നത്. സ്ത്രീവധം പാപമാണ് എന്നാണ് മഹാത്മാക്കൾ പറഞ്ഞിട്ടുള്ളത്. അറിഞ്ഞായാലും ശരി, അറിയാതെയായാലും ശരി, ഒരു പുരുഷൻ സ്ത്രീയെ വധിച്ചാൽ മഹാരൗരവം എന്ന നരകത്തിൽ കിടന്ന് ദഹിക്കും എന്നെല്ലാം ഹരിശ്ചന്ദ്രൻ പറഞ്ഞപ്പോൾ ആ ചണ്ഡാളൻ പറയുകയാണ്, ഒന്നും പറയണ്ട, ഈ വാളെടുത്ത് ഇവളെ കൊല്ലുന്നത് കൊണ്ട് അനേകം പേർക്ക് സുഖം കിട്ടും എന്നുണ്ടെങ്കിൽ അവളെ കൊല്ലുക തന്നെയാണ് ചെയ്യേണ്ടത്. ദുഷ്ടയായ ഇവൾ ഈ ലോകത്ത് ധാരാളം കുഞ്ഞുങ്ങളെ കൊന്ന് ഒടുക്കിയവളാണ്. ഇവളെ വിട്ടാൽ ഇനിയും എത്ര കുഞ്ഞുങ്ങളെ ഇവൾ വധിക്കുമെന്നറിയില്ല. അതുകൊണ്ട് ഇവളെ ഇപ്പോൾ തന്നെ കൊല്ലുക, വധിക്കുക എന്നുള്ളത് തന്നെയാണ് ലോകഹിതം, ധർമ്മം. അതുകൊണ്ട് യാതൊരു അധർമ്മവും ഉണ്ടാവില്ല എന്നൊക്കെ ചണ്ഡാളൻ പറഞ്ഞു. കേട്ടപ്പോഴ് ഹരിശ്ചന്ദ്രൻ പറയാണ്, ഞാൻ സ്ത്രീയെ വധിക്കുകയില്ല എന്ന ഉഗ്രമായ വ്രതം ജനനം മുതൽക്കേ ചെയ്തവനാണ്. അതുകൊണ്ട് സ്ത്രീവധം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ ചണ്ഡാളന് ദേഷ്യം വന്നത്. ഞാൻ നിൻ്റെ സ്വാമിയാണ്, നിന്നെ ധനം കൊടുത്ത് മേടിച്ചവനാണ്, നീ എൻ്റെ ദാസനാണ്, ഞാൻ പറയുന്നത് ചെയ്യുക എന്നുള്ളതാണ് നിൻ്റെ ധർമ്മം. എൻ്റെ ധനം മേടിച്ച് ഞാൻ പറയുന്ന ജോലി ചെയ്യാതെ കണ്ടിരുന്നാൽ അതും അധർമ്മമാണ്, അതും നിനക്ക് പാപത്തിനെ തന്നെ നേടിത്തരുന്നതാണ് എന്നൊക്കെ ആ ചണ്ഡാളൻ പറഞ്ഞ് അവളെ വധിക്കാനായിട്ട് കൽപ്പിച്ചു. അപ്പോൾ രാജാവ് പറയണു, അങ്ങയുടെ മറ്റേതെങ്കിലും ശത്രുക്കൾ ഉണ്ടായെന്നുണ്ടെങ്കിൽ പറയൂ, അവരെ ആ ക്ഷണം തന്നെ ഞാൻ വധിക്കാം, അങ്ങയുടെ ആജ്ഞപ്രകാരം സംശയിക്കേണ്ട. ദേവന്മാരായാലും മൃഗങ്ങളായാലും സിദ്ധന്മാരായാലും ഗന്ധർവന്മാരായാലും ആരായാലും വിരോധമില്ല, ഞാൻ അവരെയെല്ലാം വധിക്കാൻ കഴിവുള്ളവനാണ്. പക്ഷേ സ്ത്രീവധം ചെയ്യുക എന്നുള്ളത് അധർമ്മമായതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് ഹരിശ്ചന്ദ്രൻ പറഞ്ഞത് കേട്ടപ്പോൾ ചണ്ഡാളൻ പറയുകയാണ്, ഈ പറഞ്ഞത് ഒരു ഭൃത്യന്, ഒരു സേവകന് ചേർന്ന വാക്കുകളല്ല. ഒരു ദാസൻ ചെയ്യേണ്ടത്
യജമാനൻ്റെ വാക്കുകളെ പാലിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക എന്നുള്ളത് തന്നെയാണ് നിൻ്റെ ഏറ്റവും വലിയ ധർമ്മം. അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഈ ദാസ്യവൃത്തിക്ക് വന്നത്? അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ച് ഈ വാളെടുത്ത് ഇവളുടെ ശിരസിനെ ഛേദിക്കൂ എന്ന് വീണ്ടും കൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 25-ാമത്തെ അധ്യായം ഇവിടെ പരിസമാപിക്കുന്നത്. ഹരിശ്ചന്ദ്രചരിതം തുടർന്നു കൊണ്ടുപോകണു. നാളെ നമുക്ക് തുടർന്നു പോകാം. ശ്രീ മഹാദേവ്യൈ നമഃ.